തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ ജനഹിത പരിശോധനയാകുമോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ ആകും, അങ്ങനെ തന്നെ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അതായത് പിണറായി സർക്കാരിന്റെ ജനഹിത പരിശോധനയാകും നിലമ്പൂർ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല, മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിച്ചില്ലല്ലോ. ഈ ഗോവിന്ദന്റെ RSS പരാമർശത്തിൽ ഇത് മുങ്ങിപ്പോയതാണ്. തിരുത്തിയിട്ടുണ്ട്. അല്ല, ഈ RSS പരാമർശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മൈക്ക് കാണുമ്പോൾ കണ്ടതെല്ലാം പറയരുത് എന്നൊരു തിരുത്തൽ നടത്തി. മാത്രമല്ല, അത് സിറ്റിംഗ് സീറ്റ് ആണല്ലോ എന്ന് അദ്ദേഹം ആ നിലയ്ക്ക് അത് പറഞ്ഞു പോവുകയെ ചെയ്യുന്നുള്ളൂ. എന്തായാലും നേരത്തെ രതീഷ് പറഞ്ഞ പോലെ 15 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് പോസ്റ്റൽ ബാലറ്റുകളും സർവീസ് വോട്ടുകളും അടക്കമുള്ളവയുടെ കൗണ്ട് വരാൻ പോവുകയാണ്. 19 റൗണ്ടായിട്ടാണ്. ഓരോ റൗണ്ടിലും 14 വീതം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും. മൊത്തം 263 ഉള്ളത്. 75.87 പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. കടുത്ത മോശം കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട്, കടുത്ത മഴയും പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടായാലും ഞങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലാകും എന്ന നിലയ്ക്കുള്ള ആത്മവിശ്വാസം മുന്നണികൾ വെച്ച് പുലർത്തിയ, അതിനനുസരിച്ച് പണിയെടുത്തൊരു പ്രചാരണ കാലയളവിന് ശേഷമാണ് നിലമ്പൂർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിയത്. യെസ്, അല്പസമയത്തിനകം ഇപ്പോൾ 7:46 ആയിരിക്കുന്നു. ഇനി 15 മിനിറ്റ് തികച്ചില്ല നിലമ്പൂർ റിസൾട്ടിന്റെ ആദ്യത്തെ ഫലസൂചനകൾ വന്നു തുടങ്ങാൻ. ആദ്യം വരിക പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലസൂചനയാണ്. 1403 പോസ്റ്റൽ ബാലറ്റുകളാണുള്ളത്. 1,76,070 പേരാണ് ആകെ വോട്ട് രേഖപ്പെടുത്തിയത്. അതെ, കഴിഞ്ഞ തവണ പോസ്റ്റൽ ബാലറ്റുകളിൽ UDF നേട്ടം. അതേസമയം പിന്നീട് എണ്ണിത്തുടങ്ങിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കൗണ്ടുകൾ വന്ന് തുടങ്ങിയപ്പോൾ ആ ട്രെൻഡ് മാറുകയും LDF നേരിയ ലീഡെടുക്കുകയും ചെയ്തു. ആദ്യം കഴിഞ്ഞ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 35 വോട്ടിന്റെ മാത്രം ലീഡാണ് കഴിഞ്ഞ തവണ PV അൻവറിനുണ്ടായിരുന്നത്. അതിനുശേഷം എണ്ണിയ മൂത്തടുത്ത് 1803 വോട്ടുകളോടെ ലീഡെടുത്ത് VV പ്രകാശ് മുന്നോട്ട് വരികയും ചെയ്തു. അതായത് ആദ്യം എണ്ണുന്ന ബൂത്തുകളും ആദ്യം എണ്ണുന്ന പഞ്ചായത്തുകളും UDF നിർണായകമായ മേൽക്കൈയുള്ള ഇടങ്ങളാണ്. സ്വാഭാവികമായി നമ്മൾ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ഒരു UDF സർജാണ് പ്രതീക്ഷിക്കുന്നത്. അത് എത്രമാത്രം പോകുമെന്നുള്ളതാണ്. വഴിക്കടവിൽ നിന്ന് 3000+, വഴിക്കടവും 3000 കഴിയുമ്പോൾ, വഴിക്കടവും മൂത്തടവും കഴിയുമ്പോൾ 6500+ ഇതാണ് UDF കാണുന്നത്. വഴിക്കടവിൽ കിട്ടണമെങ്കിൽ കടുത്ത അനുകൂല തരംഗം UDF വേണ്ടേ? കാരണം 35-ൽ നിന്ന് ആണ് ഈ 3000 പ്രതീക്ഷിക്കുന്നത്. 35 കഴിഞ്ഞ തവണത്തെ ഒരു സെനാരിയോ ആണ്. അവിടുത്തെ പഞ്ചായത്ത് എടുത്താൽ തന്നെ അവിടെ UDF മൃഗീയമായ ആധിപത്യം. സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം ഇരട്ടി വോട്ടുകൾ പ്രതീക്ഷിക്കുന്നത്. 800 ചില്ലറ വോട്ടിന്റെ ലീഡ് UDF ഉണ്ടായിരുന്നു. അതിന് മുൻപും ലീഡ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലാണ് വഴിക്കടവിൽ UDF ലീഡ് ചെയ്യാത്തത്. കഴിഞ്ഞ തവണ, അതിന് മുമ്പത്തെ തവണയൊക്കെ അവിടെ UDF പുറകിൽ പോകാൻ അവിടുത്തെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം. അതെല്ലാം പ്രശ്നവും വളരെ പ്രധാനമാണ്. ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം, ലീഗിനകത്തെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, ഇത് രണ്ടും പ്രശ്നമാണ്. ഇത് ഞങ്ങൾ സീനിയർ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് നേരിട്ട് ബൂത്തുകളിൽ സംസാരിച്ച് അത് സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ് ഇന്നലെ രാത്രി സംസാരിക്കുമ്പോഴും കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക്. അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അവിടെ UDF മുന്നിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചു. 3000 വോട്ടിന്റെ ലീഡാണ് ആദ്യ പഞ്ചായത്തിൽ വഴിക്കടവിൽ UDF പ്രതീക്ഷിക്കുന്നത്. UDFന്റെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ പ്രഡിക്ഷൻ അല്ല. അതേസമയം രണ്ടാമത്തെ പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ, മൂത്തേടം പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെട്ടപ്പോഴും 2 തവണയും മൂത്തേടം പഞ്ചായത്ത് UDF ഒപ്പം തന്നെ നിന്ന പഞ്ചായത്താണ്. മൃഗീയമായ ഭൂരിപക്ഷം ലീഡ് ലഭിക്കുന്ന പഞ്ചായത്താണ്. മൂത്തേടത്ത് ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. വഴിക്കടവും മൂത്തേടവും കൈവിട്ടാൽ UDF പരിങ്ങലിലേക്ക് പോകും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 2021 1803 വോട്ടിന്റെ ലീഡാണ് മൂത്തേടം പഞ്ചായത്തിൽ മാത്രം UDF ലഭിച്ചത്. അതായത് ഫസ്റ്റ് സെനാരിയോയിലും മോശം തോൽവിയിലേക്ക് പോകുന്ന ഘട്ടത്തിലും മൂത്തേടം പഞ്ചായത്ത് UDF നിന്നു. ഇത്തവണ 3000 മുതൽ 5000 വോട്ട് വരെ, അതായത് ഒരു ബെസ്റ്റ് കേസ് സെനാരിയോയിൽ 5000-ലധികം വോട്ടുകളുടെ ലീഡാണ് മൂത്തേടം പഞ്ചായത്തിൽ പ്രതീക്ഷിക്കുന്നത്. UDF വലിയ മാർജിനിലേക്ക് ആ നിലയ്ക്ക് ലീഡെടുത്ത് പോയാലേ അവസാനം LDF ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള വെല്ലുവിളി നേരിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് UDF പറയുന്നത്. ഇതെല്ലാം കൃത്യമായി വിജയിക്കുമെന്ന ഉയർന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ട്രെൻഡ് മൂത്തേടത്ത് 5000-ൽ കൂടുതലാണ് എങ്കിൽ പിന്നെ അമരമ്പലമടക്കമുള്ള ഒരു പഞ്ചായത്തിലും LDF ലീഡ് എടുക്കാൻ സാധ്യതയില്ല. വഴിക്കടവിൽ പറയുന്ന 3000 കിട്ടിയാൽ പോലും നമുക്ക് ഏറെക്കുറെ ഒരു ധാരണയുണ്ടാകും എന്നുള്ളതാണ് പറയാൻ കഴിയുക.